താങ്ക് യു. വാ സോ പഴയ നിയമത്തിൽ 3 കൂട്ടരെയാണ് അഭിഷേകം ചെയ്യുന്നത്: രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ. അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വേർതിരിക്കുക, സെപ്പറേറ്റ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പുതിയ നിയമത്തിലും അഭിഷേകം എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രത്യേക ചില ഉദ്ദേശങ്ങൾക്കായി വേർതിരിക്കുക എന്നാണ്. നമ്മൾ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ അഭിഷേകത്തിലും അഭിഷേകം പ്രാപിച്ച എല്ലാവരും സുവിശേഷരാകണമെന്നാണ് ദൈവത്തിന്റെ വചനം. അത് നിയോഗമാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയും. ഇപ്പം ഇത് തന്നെ ഒരു വിഷയമാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുത്തോന്ന് എനിക്ക് അറിയത്തില്ല. അതെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നതും പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നതും പരിശുദ്ധാത്മ സ്നാനം എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് കരുതട്ടെ. പരിശുദ്ധാത്മ അഭിഷേകവും പരിശുദ്ധാത്മ സ്നാനവും ഒന്നല്ല. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്ന മറ്റൊന്നാണ്. ഓക്കെ, അത് നമുക്ക് എപ്പോഴെങ്കിലും ഡീൽ ചെയ്യാം. അപ്പൊ എന്തായാലും അഭിഷേകം എന്ന് പറയുമ്പോൾ ആക്ട് ഓഫ് സ്മിയറിംഗ് ആണ്. അതായത് ഒരാളിനെ എണ്ണ പൂശുന്ന ആ ഒരു പ്രവൃത്തിക്കാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകത്തിൽ ഉപയോഗിക്കുന്ന മാറ്ററാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പഴയ നിയമത്തിൽ എണ്ണ മാറ്ററായിട്ട് ഉപയോഗിച്ച് ഒരാളിനെ അഭിഷേകം ചെയ്യുന്നു, സ്മിയർ ചെയ്യുന്നു, എണ്ണ പൂശുന്നു. അഭിഷേകിക്കുക എന്ന് പറഞ്ഞാൽ പൂശുക, തളിക്കുക, അല്ലെങ്കിൽ അതിന് സ്മിയർ, ഇംഗ്ലീഷിൽ SMEAR എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഈ ചെയ്യുന്ന ആ ഒരു തലം, അപ്പം അതിനകത്ത് മാറ്റർ ആരാണ്? പഴയ നിയമത്തിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ എണ്ണയാണ്, സംസ്കാര തൈലമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതിൽ അഭിഷേകമാണ്. അപ്പൊ എന്തായാലും അഭിഷേകം ചെയ്യുക, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യും. ഒരു പ്രത്യേക ദൗത്യത്തിനായി, ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വേർതിരിച്ചാൽ അവർ പിന്നെ മറ്റൊരു ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. ഈ കർത്തൃമേശയ്ക്കൊക്കെ മാറ്റി വെക്കുന്ന പാത്രവും ഗ്ലാസും ഒന്നും പിന്നെ വേറെ ഒരു കാര്യത്തിന് എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. ഓക്കെ, അഭിഷേക തൈലം എണ്ണയിൽ സുഗന്ധം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈ തൈലം കൊണ്ട് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യും. അതിന്റെ അർത്ഥം യഹോവയുടെ പ്രവർത്തിക്കായി വേർതിരിക്കുന്നു. ദാറ്റ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫോർ ദ വർക്ക് ഓഫ് യാവേ. യഹോവയുടെ പ്രവർത്തിക്കായി വേർതിരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അത് ആളുകളെ മാത്രമല്ലല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യാഗപീഠത്തെയും ഈ യാഗപീഠത്തെയും ആലയത്തിലെ ഉപകരണങ്ങളെയും ഒക്കെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവരെയൊക്കെ കർത്താവിന്റെ വേലയ്ക്കായി പ്രത്യേക നിയോഗം നൽകി അല്ലെങ്കിൽ പ്രത്യേകമായി വേർതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഈ അടുത്ത സമർപ്പണയാഗങ്ങളാണ്. അഹരോനും പുത്രന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടവരെങ്കിലും അവരുടെ ശുദ്ധീകരണത്തിനായി 3 യാഗങ്ങൾ അർപ്പിക്കണം. അപ്പൊ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെങ്കിലും നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി എന്ത് ചെയ്യുന്നു? എബ്രായർ 9-ലല്ലേ വായിക്കുന്നേ? നിങ്ങളുടെ കയ്യിൽ വേദോസ്തം ഉണ്ടോ? ബൈബിൾ കൈവശമുള്ളവരെല്ലാം ഒന്ന് കരമെടുത്ത്. ഫോട്ടോ പോലും ഓൺ ചെയ്യുന്നില്ല, പിന്നെ ബൈബിൾ ഉണ്ടോന്ന് അങ്ങനെ അറിയാം. മുഖം, താങ്ക് യു. എനിക്ക് തോന്നുന്നു 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിക്കോട്ടെ. യാ, അതിന്റെ 5-ാം വാക്യം. അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കൃപകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല. അവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരം എന്ന് പറയുമ്പോൾ വിശുദ്ധ സ്ഥലം എന്ന് മനസ്സിലാക്കുക. മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം, പ്രാകാരത്തെ കൂടാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല. 2-ാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. കിട്ടിയ വാക്യം. അപ്പൊ പുരോഹിതനായിട്ട് വേർതിരിക്കപ്പെട്ടവരെങ്കിലും അവർക്ക് വേണ്ടിയും സമർപ്പണയാഗമുണ്ട്. അതുപോലെ മഹാപാവ പരിഹാര പെരുന്നാൾ ദിവസം മഹാപുരോഹിതന് വേണ്ടിയും യാഗം കഴിക്കും. അങ്ങനെ സമർപ്പണ യാഗങ്ങളിൽ അഹരോനും പുത്രന്മാർക്കും അവർക്ക് 3 യാഗങ്ങളുണ്ട്. വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിന് അതാണ് അതിന്റെ ആത്മീയാത്മം. നമ്മളെയൊക്കെ ദൈവം വിളിച്ചത് വിശുദ്ധരായിരിക്കാനാണ്. നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത്? വിശുദ്ധരായിരിക്കാൻ. വിശുദ്ധരായിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്?
വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് മിണ്ടത്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയല്ലോ സൂസൻ ബേബി സിസ്റ്ററെ. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ബിനു ജെയിംസ് അശുദ്ധി നീക്കാന്ന്. സത്യത്തിൽ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. വിശുദ്ധി എന്നതിന് പഴയ നിയമത്തിൽ കാദോഷ് എന്നും പുതിയ നിയമത്തിൽ ഹാഗിയോസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഹാഗിയോസ് എന്താണ്? ഹാഗിയോസ് വിശുദ്ധീകരിക്കുക എന്നുള്ളതിന് ക്രിയാപദം ഹാഗിയാട്സോ എന്നാണ്. ഹാഗിയാട്സോ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹാഗിയാട്സോ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടതെന്നാണ്. അപ്പൊ വിശുദ്ധൻ എന്ന വാക്കിന്റെ ലിറ്ററൽ അർത്ഥം എന്താണ്? വിശുദ്ധനായ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. അങ്ങനെ വേർതിരിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചേരാത്തതൊന്നും പാടുള്ളതല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാ അഭിഷിക്തന്മാരും വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ? വേദപുസ്തകത്തിൽ എല്ലാ അഭിഷിക്തന്മാരെയും വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ? എന്ത് ദൈവമേ, ഇത്രയും എല്ലാ ലേഖനം എഴുതുമ്പോ പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താ? തുടക്കത്തിൽ കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ വിശുദ്ധൻ, കൊരിന്തിലുള്ള വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ടവർ, വിശുദ്ധന്മാർ, 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 വിശുദ്ധ സഹോദരിമാർ, സ്വർഗ്ഗ വിളിക്ക് ഓഹരിക്കാനുള്ള വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ. ദൈവത്തിനായി തിരിച്ചറിയണം മനുഷ്യൻ. നമ്മളെ വിശുദ്ധ വിളിക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ, നമ്മളെ ചോദന കഴിയത് കൊണ്ടോ, നമ്മളെ കുളിപ്പിച്ച് സോപ്പിട്ടോ, യേശുവിന്റെ രക്തം കൊണ്ട് കഴിയത് കൊണ്ടോ അതൊക്കെ ശരിയായിരിക്കും. വിശുദ്ധ എന്ന വേദപുസ്തക വിളിയുടെ അർത്ഥം എന്താണ്? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട. ഓണർഷിപ്പ് ആരുടെയാണ്? ആരുടെയോ എനിക്ക് എക്കോ തരുന്നു. ഓണർഷിപ്പ് ഇപ്പൊ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നിങ്ങൾ ദൈവത്തിന്റെ വകയാകുകയാണ്. നിങ്ങളെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആരുടെ വകയെന്നാണ്? ദൈവത്തിന്റെ വകയെന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ വകയാകുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടണം. അതിന്റെ ഭാഗമായിട്ടാണ് കഴുകലും വിശുദ്ധീകരണവും ആ പ്രവൃത്തിയൊക്കെ നടക്കുന്നത്. കഴുകലും എല്ലാം നടക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അഹ്റോനെയും പുത്രന്മാരെയും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരെങ്കിലും അവർക്ക് വേണ്ടി യാഗമർപ്പിക്കണമായിരുന്നു. വിശുദ്ധരായിരിക്കാൻ വേണ്ടിയാണ് ദൈവമക്കളെ വിളിച്ചത്. നമുക്കറിയാം. നമ്മൾ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എന്താ? എഫേസർ 1:4 വായിക്കുന്നേ? ആർക്കെങ്കിലും കാണാതെ പറയാമോ? നാം തന്റെ സന്നിധിയിൽ ചൊല്ലിട്ട് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകണേന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുവചനത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവൻ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഓക്കെ, അപ്പോ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? വിശുദ്ധരായിരിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വകയായിരിക്കുവാൻ. നിഷ്കളങ്കരായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കളങ്കമില്ലാത്ത അനുഭവത്തിലേക്ക് വരുന്നത്. മനസ്സിലായോ? വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട. നമ്മുടെ മലയാള ഭാഷയിൽ അങ്ങനെ പറയുമെങ്കിലും വിശുദ്ധർ എന്ന് പറയുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. കളങ്കമില്ലാത്തവർ എന്ന് പറയുമ്പോൾ ആണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കഴുകലിന്റെ അനുഭവം വരുന്നത്. നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളിപ്പോ
എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26 ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്, പവിത്രൻ. അങ്ങനെ എത്ര വാക്യം അത്? 26 പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. കണ്ടോ വാക്യം? സ്വർഗത്തെക്കാൾ ഉന്നതനായി. മതി മതി മതി. അതിനകത്ത് ഒത്തിരി പേരുകൾ പറഞ്ഞിട്ട് പവിത്രൻ. നിങ്ങൾ ആരെന്താ മിണ്ടാത്തെ? നിർമ്മലൻ, വേറിട്ടവൻ. ഓക്കെ, സഹോദരന്മാരാണല്ലോ മിടുക്കര്. ബാക്കിയുള്ളവരാണ് പാസ്റ്റേഴ്സ് സഹിതം മിണ്ടാതിരിക്കുക. ഓക്കെ ഓക്കെ, ശരി. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികൾ വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇതെല്ലാം ആർക്കുള്ള പര്യായമാണ്? ഒരാൾ പറ. ആർക്കാ? എന്റെ കർത്താവേ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്ന ആകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. ആരെ കുറിച്ചാ പറയുന്നത്? ആരെ കുറിച്ചാ? യേശു ക്രിസ്തുവിനെ കുറിച്ച്. പിന്നെ എന്തോ ഈ കേൾക്കുന്നത് നിങ്ങൾ? ഒരു വേദപുസ്തകവാക്യം വായിച്ചാൽ അത് എന്തോന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലേ? ഞാൻ ചൊല്ലിട്ട് നിങ്ങളെ കൊണ്ട്. ഓ ഓക്കെ, ഞാൻ ഈ ഗ്രീക്കൊന്നും പറയാം. ഞാൻ ഇച്ചിരി ഗ്രീക്കൊക്കെ പറയാന്ന് വിചാരിച്ചാ നിങ്ങള് ഇനിയിപ്പം എനിക്ക് എന്റെ ക്ഷമ പോയി. ഞാൻ തിരിച്ചു വരിക. എന്തായാലും ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ പറയാൻ വന്ന ഇത്ര പവിത്രൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഹോസിയോസ് എന്നൊരു ഗ്രീക്ക് പദമാണ്. വാദ്യാരായി പോയില്ലേ, എന്തായാലും പറയാന്ന് പറഞ്ഞില്ലേ. ഹോസിയോസ് എന്നൊരു ഗ്രീക്ക് പദം. ഹോസിയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആത്മാവിൽ കളങ്കമില്ലാത്തവൻ. ആത്മാവിൽ കളങ്കമില്ലാത്തവൻ. രണ്ടാമത്തത് പവിത്രൻ, നിർദോഷൻ. അഗാക്കോസ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന അഗാക്കോസ്. കാക്കോസ് എന്ന് പറഞ്ഞാൽ ബാഡ് എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ്, നമ്മൾ സത്യം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അസത്യം എന്ന് പറയുന്ന പോലെ കാക്കോസ് എന്ന് പറഞ്ഞാൽ ബാഡ് എന്നാണ്. അഗാക്കോസ് എന്നാണ്, എന്ന് വെച്ചാൽ ബാഡല്ലാത്ത. അതിന്റെ അർത്ഥം, ലിറ്ററൽ അർത്ഥം, മനസ്സിൽ കാപട്യമില്ല. മനസ്സിൽ കാപട്യമില്ലാത്തവൻ. there is no guile in his heart. മനസ്സിൽ കാപട്യമില്ലാത്തവൻ. മൂന്നാമത്തെ എന്താണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ. നിർമ്മലൻ എന്നുള്ളതിന് ഗ്രീക്കിൽ അമിയാൻഡോസ് എന്ന പദമാണ്. അമിയാൻഡോസ്, ജഡത്തിൽ ക്ലാവ് പിടിക്കാത്തവൻ. യേശുവിന്റെ പ്രത്യേകത ആത്മാവിൽ കളങ്കമില്ലാത്തവൻ, മനസ്സിൽ കാപട്യമില്ലാത്തവൻ, ജഡത്തിൽ കറ പിടിക്കാത്തവൻ. ആ വാക്കുകൾ മറന്നവൻ. ഹോസിയോസ് ഒന്ന് പവിത്രൻ, നിർദോഷൻ അഗാക്കോസ്, നിർമ്മലൻ അമിയാൻഡോസ്. ഈ 3 ഗ്രീക്ക് പദങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് യേശുവിന്റെ പ്രത്യേകത. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശുദ്ധരായി വേർതിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ കഴുകൽ പ്രാപിക്കണം. അതായത് നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുമ്പോൾ വിശുദ്ധിയുടെ 2 ലെവലുണ്ട്. വിശുദ്ധിയുടെ എത്ര ലെവലുണ്ട്? 2 ലെവലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്ഥാനവിശുദ്ധി. എന്താണ്? പറ. ഇംഗ്ലീഷ് പറഞ്ഞാൽ പൊസിഷണൽ സാങ്ക്ടിറ്റി. പറയാമോ? പൊസിഷണൽ സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനെ നിങ്ങളെ വെച്ചേക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു വിശുദ്ധരാണ്. എന്താണ് പൊസിഷൻ? നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുക, ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തേക്കുക, നിങ്ങളെ വിശുദ്ധരാക്കുകയാണ്, വിശുദ്ധരായി പ്രഖ്യാപിക്കുകയാണ്, വേർതിരിച്ചു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ലളിതമായി ഞങ്ങളോട് പറയാം, ദൈവം ഒരു സ്ഥാനത്ത് വിശുദ്ധൻ എന്ന പദവി വെച്ചേക്കും. ഇപ്പൊ എന്റെ തലയിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ആവർത്തിക്കാൻ എന്റെ ഓർമ്മ, എന്റെ തലയിൽ 5-6 മുടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, കഷണ്ടി ആയിപ്പോയി. എന്നാലും ഉള്ള മുടിയൊക്കെ ഞാൻ എവിടെങ്കിലുമൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴോ, കോളേജിലേക്ക് ചെല്ലുമ്പോഴോ, സ്കൂളിലേക്ക് ചെല്ലുമ്പോഴോ, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴോ, സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും? പല്ലുപോയൊരു ജീപ്പ് വെച്ച് ഉള്ളതൊക്കെ ഒന്ന് തത്തിപ്പൊത്തി. സഹോദരന്മാരാണെങ്കിൽ ഇച്ചിരി മുടിയൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ദൈവം നമ്പരാനെ, എന്റെ മോളൊക്കെ ആണെങ്കിൽ ഒന്ന് മുടിയെ തൊട്ടുപോയാൽ 2 ദിവസത്തിൽ ഒരിക്കൽ തല കുളിക്കത്തുള്ളൂ. കാരണം മുടിയെ തൊട്ടുപോയാൽ 2 മണിക്കൂർ വേണം. അതുപോലെ മുടിയാ. അപ്പൊ ഈ മുടി നന്നായിട്ട് നമ്മൾ ശുശ്രൂഷിക്കും.
അതിന് കെയർ കൊടുക്കും, അതിന് ഹോണർ ചെയ്യും. എന്റെ ചില കൂട്ടുകാരുണ്ടായിരുന്നു, കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയ പറഞ്ഞു എനിക്ക് മുടിയുള്ള കൊച്ചിനെ വേണം. അങ്ങനെ മുടിയുള്ളവരെ ഇഷ്ടമുള്ളത്. പക്ഷേ ഈ മുടി തലയിലിരിക്കുന്ന കാലത്തോളം ഉള്ള അതിന് മഹത്വമൊക്കെ. തലേന്ന് ഒരു മുടി പൊഴിഞ്ഞ് ഭക്ഷണത്തിൽ വീണാലോ കുടുംബക്കലഹം ഉണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. ഭക്ഷണപാത്രങ്ങളൊക്കെ ജനലിലൂടെയും വാതിലൂടെയും പുറത്തോട്ട് പറക്കാൻ ചെലവും. അത് ഓരോരുത്തർ ചിരിക്കുന്നത്. ഞാൻ പ്രവചനം പറഞ്ഞ പോലെ പറഞ്ഞെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഈ മുടിക്ക് തലയിലിരിക്കുന്ന കാലത്തേക്ക് ഉള്ള എന്തോ മഹത്വം, പദവി. ആ തലേന്ന് പോയാലോ? ദൈവം നമ്മളെ ഒരു പദവിയിൽ ഇരുത്തിയിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആ പൗലോസ് പറയുന്ന ദേവസ്ഥാനം മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കാൻ തിരുവത്തിന്റെ പ്രസാദ പ്രകാരം, എഫെസ്യ ലേഖനം 1-4 മുതൽ 5 വാക്യത്തിൽ തിരുവത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. എന്ത് ചെയ്യേണ്ടതിന്? ദത്തെടുക്കേണ്ടതിന്. ദത്തെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? വേറൊരു ഭാഷ പറ, വേറൊരു മലയാള ഭാഷ പറയാ അതിന്. ഇത് മലയാളം മീഡിയം ക്ലാസ്സാ, മലയാളമെങ്കിലും പറയുന്നേ. ദത്തെടുപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? ദത്തെടുക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? ദത്താന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ കല്യാണം കഴിച്ചു വന്ന് ഇവിടെ വന്ന് എന്റെ ഭാര്യ ഇവിടെ വന്നിട്ടായിട്ട് 10-30 വർഷമായി. ചിലപ്പോഴൊക്കെ ഞാൻ ആദ്യ കാലത്തൊക്കെ ഈ അടുത്തുള്ള ജംഗ്ഷനിലോട്ട് ഇറങ്ങി ചോദിക്കുമ്പോൾ ആൾക്കാർ ഇവിടെ കണ്ടിട്ടില്ലല്ലോ കുഞ്ഞിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞു എന്റെ പേര് രാജു തോമസ്. എവിടാ? അത് ഞാൻ ഇവിടെ കുഞ്ചാണ്ടി സാറിന്റെ വീട്ടില. അതെന്തോ? കുഞ്ചാണ്ടി സാറിന്റെ 2ാമത്തെ മോളെ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പൊ അവിടെ ഞാൻ താമസിക്കുന്നേ. അടുത്ത ചോദ്യം, ദത്താന്നോ? കത്തിയില്ല. സ്വന്തമായിട്ട് എടുക്കുക അവിടത്തെ. ഞാൻ ഈ വേദോസ്തം ഞാൻ സ്വന്തമായിട്ട് എടുത്തത്. അത് ദത്താന്നോ? മലയാളം ആന്നേ ഞാൻ പറയുന്നേ. നിയമപ്രകാരം അവകാശിയാക്കുക. ആരാ അത്? അനിമി. ഓക്കെ, ഫോട്ടോയൊക്കെ ഒന്ന് ഇട്ടാട്ടെ. നിയമപ്രകാശം ആരെ അവകാശിയാക്കുക? ഈ വന്ന ആളെ അവകാശിയാക്കി. അങ്ങനെ ആളെ ഒന്നും അവകാശിയാക്കാനൊന്നും പ്രമാണമൊന്നുമില്ല. അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. നിയമപ്രകാരം ഒരാളിനെ അവകാശമാക്കാൻ ഈ ഭൂമിയിൽ വ്യവസ്ഥയില്ല. ശ്രദ്ധിക്കൂ, ഗ്രീക്കിൽ ദത്തെടുപ്പ് എന്നുള്ളതിന് ഹൂയോ തീസാൻ എന്നാ പറയുന്നത്. ഹൂയോ തീസാൻ. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് വന്ന് കയറി കാട് കയറി പോവുക. ഇപ്പൊ കാട് കയറുവാന്ന് എനിക്കറിയാം. ഹൂയോ തീസാൻ എന്നാ പറയുന്നത്. ഞാൻ ഈ സ്ഥാനം എന്നുള്ള പദം പറയുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഹൂയോസ് എന്ന് ഗ്രീക്ക് പറഞ്ഞ ഹൂയോസ് എന്ന് ഗ്രീക്ക് പറഞ്ഞ മകൻ എന്നാണ്. തീസാൻ എന്ന് പറയുന്ന പദം തിത്തേമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുള്ളതാണ്. തിത്തേമി എന്ന് പറഞ്ഞ പ്ലേസ് എന്നാണ്, സ്ഥാനം, പൊസിഷൻ. ഹൂയോ തീസാൻ എന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്ന പൊസിഷൻ നൽകുക, പുത്രത്വം നൽകുക എന്നതിന്റെ പച്ച മലയാളം. ആരെങ്കിലും ലീഗലി എടുക്കുകയല്ല, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, ഒരു കുഞ്ഞിനെ പുത്രനായിട്ടോ പുത്രിയായിട്ടോ എടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുത്രത്വം നൽകുക. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ദത്തെടുപ്പ് അഥവാ ചൊല്ലിട്ടു പുത്രത്വം നൽകുക. ഒന്ന് പറ. അപ്പൊ പുത്രം നൽകുക. പഴയ നിയമത്തിൽ ഈ പ്രമാണം ഉണ്ടായിരുന്നു. ജൂബിലി ഇയറിൽ ഒരാളിനെ, ഒരു അടിമയൊക്കെ സ്വതന്ത്രമാക്കുന്ന സമയത്ത്, ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ മലയാളം എന്ത് പറയും? യോവേൽ സംവത്സരം. ഒരു അടിമയെ സ്വതന്ത്രമാക്കുന്ന അടിമയ്ക്ക് പോകാൻ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ നിന്ന് ചിണുങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യജമാൻ അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യും? ഇത് പറഞ്ഞില്ലേ, ഇനി നിങ്ങളെ ഞാൻ പഠിപ്പിക്കത്തില്ല. അത് പറയാം. അങ്ങോട്ട് പറ. ഈ ഇടമയെ പെരക്കകത്തോട്ട് തിരിച്ചോണ്ട് വന്നാൽ അവന്റെ കാത് കട്ടലിലോട്ട് എഴുത്ത് വെച്ച് എന്ത് ചെയ്യും? ആണി വെച്ചൊരു കിഴുത്തിടും. കിഴിക്കുമ്പോ നമുക്ക് നോവുമ്പോ, നമ്മൾ സൂചിയൊക്കെ കുത്തുമ്പോ വേദന എടുക്കുമ്പോ അയ്യോന്ന് വിളിക്കും, അമ്മോന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഈ കാതിൽ കിഴിക്കുമ്പോ ഈ ചെറുക്കൻ, ഈ പയ്യൻ അല്ലെങ്കിൽ ഈ അടിമ വിളിക്കും അബ്ബാ. അതാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലും ഈ തിമോഥെയോസ് ലേഖനത്തിലൊക്കെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ, റോമാലേഖനം 8-14 മുതൽ
താഴോട്ട് വായിക്കുമ്പോൾ അബ്ബാ പിതാവ് നിൽക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രത്വം വല്ല മനസ്സിലാവുന്നോ? പുത്രത്വം എന്ന് പറയുന്ന പുത്രൻ എന്ന പദവി ഒരു പൊസിഷനാണത്. ഇത് പറയാനാ ഞാൻ വന്നത്. തിത്തിമി, എ പ്ലേസ്മെന്റ്. അതാണ് ഹുയോത്തീസാൻ, മകൻ എന്നൊരു പൊസിഷൻ. അത്രയും പിടി കിട്ടിയോ? അതിൽ കൂടുതലൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ദൈവം നമ്മളെ വിശുദ്ധരായി വേർതിരിച്ചിരിക്കുന്നു, ഒരു മകൻ എന്ന പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ റീജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു പൊസിഷണൽ സാങ്ക്ടിറ്റി ഉണ്ട്. തലയെ മുടി വെച്ചിരിക്കുന്ന പോലെ നമ്മളെ ദൈവമക്കൾ എന്ന പദവിയിൽ ഇരുത്തുന്നു. രണ്ടാമത്തത് ഡിസ്പൊസിഷണൽ സാങ്ക്ടിറ്റി എന്ന് പറയും. ഒന്നാമത്തത് സ്ഥാനവിശുദ്ധി, രണ്ടാമത്തത് ഡിസ്പൊസിഷൻ. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ മനോഭാവം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാവവിശുദ്ധി. നമ്മുടെ ആറ്റിറ്റ്യൂഡില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ഭാവത്തില്, അതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കഴുകൽ, ശുദ്ധീകരണം എന്ന് പറയുന്നത്. പുരോഹിതന്മാരെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിച്ച് ആ സ്ഥാനത്ത് കൊണ്ടുവന്നാലും അവർക്ക് വേണ്ടി യാഗം കഴിക്കണമായിരുന്നു. അങ്ങനെയുള്ള യാഗമാണ് സമർപ്പണ യാഗങ്ങൾ. ഉദാഹരണം, പുരോഹിതന്മാരെ അധികാരപ്പെടുത്തുന്നതിന് യാഗം മോശെ അർപ്പിച്ചു. പുരോഹിതന്മാരുടെ കൈ മൃഗത്തിന്മേൽ വെച്ചിട്ട് മൃഗത്തിന്റെ രക്തം അഹ്റോന്റെ വലത്തെ കാലിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പുരട്ടി അഹ്റോനെയും പുത്രന്മാരെയും അഹ്റോനെയും പുത്രന്മാരെയും അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുടെ ശരീരം മുഴുവൻ യഹോവയുടെ വേലയ്ക്കായി സമർപ്പിക്കുന്നു. നമ്മൾ പണ്ട് പാടത്തില്ലേ, ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവയ്ക്കായി എൻ ജീവനെയും, കാൽകളോടട്ടെ നിൻ പാതിച്ചേരട്ടൻ ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി. അപ്പൊ കൈകളെ, കാലുകളെ, വലത് കാലിന്റെ പെരുവിരലില്, അതുപോലെ തന്നെ കാതിലെ, അതുപോലെ ഈ കൈയുടെ പെരുവിരലില് എല്ലാം എന്ത് ചെയ്യുന്നു? രക്തം പുരട്ടി അവരുടെ കരങ്ങളെയും കാലുകളെയൊക്കെ വിശുദ്ധീകരിച്ച് അവരെ കർത്താവിനായി വേർതിരിക്കുന്നു. നിന്റെ കാല് രക്തം പുരണ്ടതാണത് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, അതുകൊണ്ട് കർത്താവിന്റെ വഴിയിൽ നടക്കുന്ന നിന്റെ കയ്യിൽ രക്തം പുരണ്ടതാണ്, അത് കർത്താവിനായി വേർതിരിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. വേർതിരിച്ചിരിക്കുന്നു, സെപ്പറേഷൻ. ആ പദം ക്രിസ്തീയ മാർഗത്തിൽ ഏറ്റവും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സഭാ സമൂഹത്തെ പോലും എന്താ വിളിക്കുന്നത്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറ. ഒരു സഭാ സമൂഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വേർപാടുകാര്. നിങ്ങൾ കേരളക്കരയിലൊന്നും അല്ലയോ ജീവിക്കുന്നത്? ഈ ഭൂമി മലയാളത്തിലൊന്നും അല്ലയോ ജീവിക്കുന്നേ? ഓക്കെ, ശരി. അങ്ങനെയുള്ള പുരോഹിതൻ പിന്നെ ലൗകിക കാര്യത്തിൽ എന്ത് ചെയ്യത്തില്ല? ഇടപെടുത്തില്ല. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മൾ കർത്തൃമേശയ്ക്ക് കൊണ്ട് ഒരു പാത്രവും ഗ്ലാസ്സും ഒക്കെ വേർതിരിച്ചാൽ പിന്നെ അതിനകത്ത് ചായ കുടിക്കാനോ അതിനകത്ത് വെള്ളം കുടിക്കാനോ ഒന്നും ഉപയോഗിക്കത്തില്ല. അടുത്ത 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ രണ്ടുപേരെ കാണുന്ന, നാദാവും അബീഹുവും. 9-10 അധ്യായം വീണ്ടും യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ലേവ്യയിൽ നാദാവും അബീഹുവും അഹ്റോന്റെ മൂത്ത പുത്രന്മാരാണ്. പ്രമാണപ്രകാരമുള്ള ആരാധന, അനുഗ്രഹം നൽകുമ്പോൾ കൽപ്പന ലംഘികൾ അനുഗ്രഹത്തിന് വരെ ശാപം മേടിക്കും. കാരണം ദൈവാലയത്തിൽ തീ കത്തിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് യാഗപീഠത്തിൽ. ഒരു സെക്കൻഡ് പ്ലീസ്.
പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നാദാബും ഓക്കെ. അപ്പൊ അന്യാഗ്നി കത്തിക്കാൻ പാടില്ല എന്നുണ്ടായിരിക്കുക. അഹരോന്റെ മക്കൾ അന്യാഗ്നി കത്തിച്ചു, അത് അവരുടെ നാശത്തിനും മരണത്തിനും കാരണമായി എന്ന് നാം കാണുന്നു. ഓക്കെ. അടുത്തത് മദ്യപാനികളായ പുരോഹിതർ ശുശ്രൂഷയരുത. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രീതി എന്ന് പറയുന്ന നമ്മളെ വിശുദ്ധന്മാരെ പോലെ അവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വിശുദ്ധി എന്ന് പറയുന്നത് സത്യത്തിൽ അവർക്ക് ഭാവവിശുദ്ധി ഒന്നും വിഷയമല്ലായിരുന്നു. സ്ഥാനവിശുദ്ധി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ എല്ലാ വിശുദ്ധിയും ആചാരവിശുദ്ധിയായിരുന്നു. എന്തായിരുന്നു? ആചാരവിശുദ്ധി. അവർ ആചാരവിശുദ്ധിയായിരുന്നു. അവർ നടത്തുന്ന ആചാരം കൃത്യമായി നടത്തണം. മൃഗത്തെ അർപ്പിക്കണം, അതിന്റെ തലയിൽ കൈവയ്ക്കണം, ഇന്ന കാര്യം ചെയ്യണം, ഊനമുള്ളതിനെ അർപ്പിക്കരുത്, കണ്ണ് ചിമ്മിയതിനെയും കാലൊടിഞ്ഞതിനെയും പല്ലൊടിഞ്ഞതിനെയും ഒന്നും അർപ്പിക്കരുത്. അപ്പൊ ആചാരവിശുദ്ധിയായിരുന്നു അവരുടെ പ്രശ്നമായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ആചാരവിശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ സ്വയം നിയന്ത്രണമുള്ളവരായിരിക്കണം പുരോഹിതന്മാർ എന്നത് പ്രസക്തമായിരുന്നു. ആ അർത്ഥത്തിൽ ദൈവം എന്ത് ചെയ്തു? ശുദ്ധിയുള്ളതിനെയും അശുദ്ധിയുള്ളതിനെയും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വേർതിരിച്ചു. മനുഷ്യന് ആവശ്യമാണെങ്കിൽ രാജകീയ പുരോഹിതവർഗം സൂക്ഷ്മയുള്ളവരായിരിക്കണം. ആദ്യം ശുദ്ധിയുള്ളവയെ കുറിച്ചും പിന്നെ ശുദ്ധി ഇല്ലാത്തവയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ അയൽക്കാർ ഇസ്രായേലിന്റെ ചുറ്റുപാട് വന്ന് താമസിച്ചവർ പന്നിയെ തിന്നുമായിരുന്നു. അതുകൊണ്ട് അതിനെ ഒരു വിശുദ്ധ ജീവിയായി കണ്ടിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു അതൊരു അശുദ്ധ ജീവിയാണെന്ന്. അപ്പൊ ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കുന്നതിന്റെ ഒരു കാരണം ജാതീയ രീതി ഇസ്രായേൽ പകർത്താതിരിക്കാനാണ്. ജാതീയ രീതികൾ ഇസ്രായേൽ പകർത്താതിരിക്കാനാണ് ദൈവം ശുദ്ധിയും അശുദ്ധിയും കൽപ്പിച്ചത്. പ്രത്യേകിച്ച് അന്നത്തെ ജാതീയ ആലയങ്ങളിലൊക്കെ വ്യഭിചാരം ഒരു പ്രമേയമായിരുന്നു, അല്ലെങ്കിൽ വ്യഭിചാരം ഒരു സർവ്വസാധാരണമായ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിനെ പരസംഗം എന്ന ഭാഷ കൊണ്ട് വേദപുസ്തകം അത് സൂചിപ്പിക്കുന്നത്. പിന്നെ അപ്പൊ അവർക്ക് ആചാരവിശുദ്ധി വേണം, ആഹാരവിശുദ്ധി വേണം. ആചാരവിശുദ്ധിയും പറഞ്ഞാട്ടെ. ഇനി രണ്ടുപേരൊക്കെ അൺമ്യൂട്ട് ചെയ്തോ, ഒക്കെ വരുവാന്നെ നമുക്ക് നിർത്താം. നിങ്ങളോടൊന്ന് പതിയ. അപ്പൊ ആഹാരവിശുദ്ധി. അപ്പൊ അത് അങ്ങനെ സംവിധാനം ഉണ്ടാകും. മറ്റൊന്ന് സ്ത്രീകളുടെ പ്രസവാനന്തരം. നിങ്ങൾ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രസവാനന്തരം അവർക്ക് ശുദ്ധീകരണ നിയമപ്രകാരം അവർക്ക് ദൈവസന്നിധിയിൽ വന്ന് എന്ത് ചെയ്യണമായിരുന്നു? ശുദ്ധീകരണ ശുശ്രൂഷ എടുക്കണമായിരുന്നു. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദന കഴിക്കണമായിരുന്നു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഡീറ്റെയിൽ പോകുന്നില്ല. 8-ാം ദിവസത്തിന് ശേഷം നരമ്പുകളും രക്തക്കൊള്ളികളൊക്കെ വളരുന്നതിനാൽ വേദന കൂടും. അതുകൊണ്ട് 5-ാം ദിവസം വരെ കുട്ടികൾ വൈറ്റമിൻ കെയുടെ അഭാവം മൂലം രക്തസ്രവം ഉണ്ടാകാം. അതിനാലാണ് 8-10 ദിവസം ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ. 5-ാം ദിവസത്തിന് മുമ്പ് പരിശോധന കഴിച്ചാൽ അത് ചിലപ്പോൾ മുറിവ് കരിയാൻ താമസിക്കും. വൈറ്റമിൻ കെയുടെ കുറവ് ശിശുക്കൾക്കുണ്ട്. 8-ാം ദിവസത്തിന് ശേഷം പരിശോധന കഴിച്ചാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ 8 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ രക്തക്കൊഴലുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? രക്തക്കൊഴലുകളും നരമ്പുകളും ഒക്കെ വളരാൻ തുടങ്ങും. അപ്പോ മുറിക്കുമ്പോൾ വേദന ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ 8-ാം ദിവസം പരിശോധന ഏൽക്കണം എന്നൊരു കൃത്യമായ കണക്ക് അവർക്ക് ദൈവം കൊടുത്തത്. അടുത്ത പിന്നെ കുഷ്ഠരോഗത്തിന്റെ പ്രമാണം. അന്നത്തെ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹിക തിന്മ എന്ന് പറയുന്നത് കുഷ്ഠരോഗമാണ്. ഒരാളിന് കുഷ്ഠരോഗം ബാധിച്ചാൽ അവനെ അശുദ്ധനായിട്ടാണ് അത് കണക്കാക്കിയത്. നമുക്കറിയാം അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കുഷ്ഠരോഗം പിടിക്കുന്ന വീടിന്മേൽ പൂപ്പൽ ഉണ്ടാകുന്നത്, മനുഷ്യർ പിടിക്കുന്ന കുഷ്ഠരോഗം, ഇങ്ങനെ വ്യത്യസ്ത തരങ്ങളിലൊക്കെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നിങ്ങൾ വീട്ടിൽ പോകുന്ന വായിക്കണേ. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം വരെ നമുക്ക് വായിക്കാമെങ്കിൽ മനസ്സിലാകാം. അടുത്തതൊന്ന്, ഒരാളുടെ ദേഹത്ത് ഒരു വെള്ളപ്പുള്ളിയോ പാണ്ടോ ഒക്കെ വന്നാൽ അയാൾ അവിടെ നിയമപ്രകാരം, യഹൂദന്റെ നിയമപ്രകാരം അവരുടെ ചീഫ് ഫിസിഷ്യൻ എന്ന് പറയുന്ന ആരാണ്? പുരോഹിതനാണ്. അപ്പൊ പുരോഹിതനെ കൊണ്ടുവന്ന് അയാൾ കാണിക്കണം. ഈ പുരോഹിതനെ കാണിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ വെള്ളപ്പുള്ളിയുണ്ട്, ആ വെള്ളപ്പുള്ളിക്കകത്ത് വെളുത്ത രോമമുണ്ടോ എന്നൊക്കെ നോക്കണം. ചെക്ക് ചെയ്തിട്ട് അവസാനം ഈ പുള്ളിക്കാരനെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരാഴ്ച ഒരു പ്രത്യേക മുറിക്കകത്ത് എന്ത് ചെയ്യും? അടച്ചിടും. അതിന് ടമായിം എന്നൊക്കെയാണ് എബ്രായ ഭാഷയിൽ ആ മുറിക്ക് പറയുന്നത്, എന്റെ ഓർമ്മ. ടമായിം.
എന്റെ മെമ്മറി എന്നാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. തമായി എന്ന് മറ്റാ പറയുന്ന ഒരു പദമാണ്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക അറയാണ്, ഈ അറയ്ക്കകത്ത് ഇടും. ഈ അറയ്ക്കകത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുരോഹിതൻ എന്ത് ചെയ്യും? വീണ്ടും അവനെ തുറന്നു നോക്കും. ഇവന്റെ വെള്ളപ്പാട് പടർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് വെളുത്ത രോമം വന്നിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനെ കുഷ്ഠരോഗിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ കുഷ്ഠരോഗിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ കുടുംബസ്ഥനാണെങ്കിൽ വീട്ടിൽ പാനൊക്കത്തില്ല, പള്ളി പാനൊക്കത്തില്ല, സിനഗോഗിൽ പാനൊക്കത്തില്ല. അവൻ പാളയത്തിന് പുറത്ത് അവൻ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും, സമൂഹത്തിൽ നിന്ന് അവൻ ഐസൊലേറ്റ് ചെയ്യപ്പെടും. അത്ര നിന്ദ്യമായ ഒരു രോഗമാണ് ഇത്. പണ്ട് കാലത്തൊക്കെ ഈ ബ്രാഹ്മണർ റോഡിൽ നടക്കുമ്പോൾ ഹോയ് ഹോയ് വിളിച്ചു പോകും. കാരണം ദളിതനെ കണ്ടാൽ കുഴപ്പമാണ്. അതുകൊണ്ട് ദളിതൻ എന്ത് ചെയ്യും? വഴി മാറി പോകാൻ വേണ്ടി ബ്രാഹ്മണൻ ഹോയ് ഹോയ് വിളിച്ചു പോകുന്ന ഒരു വ്യവസ്ഥ കേരളത്തിലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കുഷ്ഠരോഗി എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം, അശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ഞാൻ അശുദ്ധനാണ്, ആരും എന്നെ തൊടരുത്, തൊട്ടാൽ നിങ്ങളും അശുദ്ധരാകും. അങ്ങനെ ഒരു പ്രമാണമാണ് കുഷ്ഠരോഗത്തെ കുറിച്ച് അന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ രോഗം സുഖമാകുന്ന തലമുണ്ട്. അങ്ങനെ സുഖമായതിനു ശേഷം എന്ത് ചെയ്യും? ശുദ്ധീകരണ പ്രമാണമെല്ലാം ആചരിച്ച് കുടുംബത്തിലേക്കും ആലയത്തിലേക്കും മടങ്ങി വന്ന് കൂട്ടായ്മ തുടരാം. സൗഖ്യത്തിന്റെ വില കാണിക്കുന്ന രീതിയിൽ ശുദ്ധീകരണത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. അവന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകണം. യാഗങ്ങൾ കൂടാതെ 2 പക്ഷികളെ കൊണ്ടുവരണം. ഒരു പക്ഷിയെ കൊണ്ട് അതിന്റെ രക്തം 7 പ്രാവശ്യം ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ മേൽ തളിക്കണം. 2ാമത്തെ പക്ഷിയെ സ്വതന്ത്രമായി വിട്ടയക്കണം. ശുദ്ധീകരണം പ്രാപിച്ചവന് ലഭിച്ച പുതുജീവന്റെ അടയാളമാണ് ഈ 2ാമത്തെ പക്ഷിയെ സ്വതന്ത്രമായി വിട്ടയക്കുന്നതിന്റെ അടയാളം. അപ്പൊ ചുരുക്കി പറയാൻ ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെയാണ്, അല്ലെങ്കിൽ റീജനറേഷൻ. എന്താണ് റീജനറേഷൻ? റീജനറേഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പുത്രത്വം നൽകുന്നതിന്റെ കൂടെ ഉള്ള ഒരു പദവി കൂടിയാണ് റീജനറേഷൻ. നമ്മൾ എന്ത് ചെയ്യുക? പുനർജീവിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. അതിനകത്ത് തലയിലെ രോമം വടിച്ചു കളയണം, ഈ 8ാം ദിവസം കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അകൃത്യാഗം അർപ്പിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞ ഭാഗം നിങ്ങൾ വായിക്കും. അടുത്തത് ശാരീരിക അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. 15ാം അധ്യായത്തിന്റെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാമെങ്കിൽ, ഒരു മനുഷ്യന്റെ സാമൂഹികവും ലൗകികവും ഭൗതികവും കുടുംബപരവും വ്യക്തിപരവുമായ അല്ലെങ്കിൽ ആത്മീയവുമായ എല്ലാ ജീവിതത്തിന്റെ മേഖലകളെയും സ്പർശിക്കുന്ന കൃത്യമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. മറ്റൊരു മതഗ്രന്ഥത്തിലും ഇങ്ങനെ ഒരാളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, ഒരാൾ എങ്ങനെ ജീവിക്കണം, അയാളുടെ സാമൂഹ്യ ബന്ധം നിങ്ങൾ അത് നിർത്തി വായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കി അത് ശ്രദ്ധിച്ച് വായിക്കാൻ മനസ്സിലാവും. ഒരാളിന്റെ കാളയോ കഴുതയോ അടുത്തൊരാളുടെ പുരടത്ത് കയറി കൃഷി നശിപ്പിച്ചാൽ അതിന് ചെയ്യേണ്ട പ്രതിക്രിയകൾ, ഒരാൾ കാള കുത്തി ഒരാൾ ചത്തുപോയാൽ അതിന് ചെയ്യേണ്ട പ്രതിക്രിയ നോക്കണമേ. ഏത് നിസ്സാര കാര്യം പോലും കൃത്യമായ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലും എങ്ങനെ ഒരു ദൈവത്തിൽ ജീവിക്കണമെന്നുള്ളത് പഴയ നിയമത്തിൽ കൃത്യമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ശാരീരിക അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് 15:1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. രക്തസ്രവക്കാരി പുറത്തു വരാൻ പാടില്ല. സ്ത്രീകൾക്ക് ഉള്ള 10 ദിവസങ്ങളിൽ അവർ അശുദ്ധരാകിയാൽ, ഇതൊരു ഭയങ്കര വിഷയമാണ്. സ്ത്രീകൾക്കുള്ള പീരീഡിന്റെ ദിവസങ്ങളിൽ അവർ അശുദ്ധരായതുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ പാടില്ല? അവർ ആലയത്തിൽ വരാൻ പാടില്ല. അപ്പം ഇത്തരത്തിൽ ആരാധനയിലും ഒക്കെ ചില ആചാരവിശുദ്ധിയുടെ പ്രമാണങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അടുത്തത് 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം, ഞാൻ നേരത്തെ എബ്രായ ലേഖനം 9-ാം അധ്യായം വായിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ, മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് അവരുടെ ഒരു പെരുന്നാളാണ്. എന്താണ് ആ പെരുന്നാളിന്റെ പ്രത്യേകത? ആ പെരുന്നാളിന്റെ പ്രത്യേകത അവർ 7-ാം മാസത്തിലാണ് ആ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ 7-ാം മാസത്തിലെ ആ പെരുന്നാളിൽ അവരെന്ത് ചെയ്യുന്നു? ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറയുകയാണ്. പുരോഹിതന്റെ ആ മൃഗത്തെ കൊണ്ടുവന്നിട്ട് മൃഗത്തിന്റെ തലയിൽ ഈ കൊണ്ടുവരുന്ന ആൾ കൈവച്ചിട്ട് പാപമെല്ലാം മൃഗത്തിന്മേൽ ചുമത്തിയിട്ട് ആ മൃഗത്തെ അറക്കുകയാണ്. പുരോഹിതന്റെ പാപത്തിന്റെ പരിഹാരത്തിന് എന്ത് ചെയ്യും? മൃഗത്തെ അറക്കും. എന്നിട്ട് ഒരു രക്തം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ രക്തമെടുത്ത് ഒരു കയ്യിൽ ധൂപക്കുറ്റിയും വീശി ഈ മനുഷ്യൻ ഈ രക്തം ചൂടിനകല്ലേ അങ്ങ് സമാന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് വരെ ചെല്ലുമ്പോഴത്തേക്ക് അത് കട്ടിയായിപ്പോവും. അതിങ്ങനെ കുലിക്കുകൊണ്ട് ആണ് ഈ പുള്ളി ഇങ്ങനെ നടന്നു പോകും. നടന്നു എന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറും. അത് കയറുന്ന പേടിച്ചാ പോകുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ യാഗമൊക്കെ കഴിച്ചിട്ട് ഈ മനുഷ്യൻ പോകുമ്പോൾ ഈ മനുഷ്യന് പിന്നെയും പാപം ഉണ്ടെങ്കിൽ തട്ടിപ്പോവും. അന്നത്തെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർ നമ്മുടെ ഈ ശബരിമല മേൽശാന്തിയുടെ കാര്യം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ മഹാപാപ പരിഹാര പെരുന്നാളിന്റെ
ആ ദിവസത്തിന്റെ ആ പ്രത്യേക യാഗം അർപ്പിച്ചിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കയറിപ്പോകുന്നതിന് 8 ദിവസം മുമ്പേ ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്തോ ചെയ്യും? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ദൈവാലയത്തിനടുത്ത് തനിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക മുറിയുണ്ട്. ആ മുറിയിൽ വന്ന് കുളിച്ച് ഈ മനുഷ്യൻ ആ മുറിക്കകത്ത് കയറി പ്രാർത്ഥനയും ധ്യാനവുമായിട്ട്, എന്റെ ഭാഷ പറഞ്ഞാൽ എ ഹോൾ വീക്ക് ദാറ്റ് ഹി വിൽ ബി ഇൻ എ മൂഡ് ഓഫ് പെനിറ്റൻസ്. എന്താ അതിന് നമ്മുടെ പച്ച മലയാള ഭാഷയിൽ എന്ത് പറയും? ആത്മതപനത്തിന്റെ നാളുകളാണ്. എന്താണ്? ആത്മതപനം ചെയ്യുന്ന ഇറ്റ്സ് എ സീസൺ, ഇറ്റ്സ് എ പീരീഡ്, ഇറ്റ്സ് എ വീക്ക് ഓഫ് പെനിറ്റൻസ്. അവൻ എന്ത് ചെയ്യും? അവന്റെ കുറവുകളെയെല്ലാം ഏറ്റുപറയും, ആത്മതപനേറി കുറ്റമേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏതൊക്കെ മേഖലകളിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ഓർത്ത് എന്ത് ചെയ്യും? ഇവൻ താൻ സ്വയം വിശുദ്ധീകരിക്കും. അത് കഴിഞ്ഞിട്ട് 8-ാം ദിവസം ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഇറങ്ങിയിട്ട് ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ചിട്ട്, തന്റെ കൂടെ യാഗത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ചിട്ട് എന്ത് ചെയ്യും? രക്തം എടുത്തുകൊണ്ടാണ് എവിടേക്ക് പോകുന്നത്? അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്ത് എന്നിട്ട് ആ പെട്ടകം അവിടെയുണ്ട്. ആ പെട്ടകത്തിന് മേലൊരു കൃപാസനമുണ്ട്. തന്റെ വിരല് ഈ രക്തത്തെ മുക്കി ഈ കൃപാസനത്തിന്റെ മണ്ടയ്ക്ക് തളിക്കും. എന്നിട്ട് ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മഹാപുരോഹിതൻ ഇത്രയും ധ്യാനവും അല്ലെങ്കിൽ ആത്മതാപനവും ഒക്കെ നടത്തിയിട്ട് ഈ രക്തമായിട്ട് തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ച് രക്തമായി പോകുമ്പോഴും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അകത്തെന്തില്ല? ഒരു കോൺഫിഡൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ആള് മഹാഭാവ പരിഹാരപ്പെടുന്ന ദിവസം യാഗമെല്ലാം കഴിച്ച് ഒരാഴ്ചത്തെ ആത്മതപനം എല്ലാം കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറി ചെല്ലുമ്പോഴും അകത്ത് ഭയമുണ്ട്. വെറു കൈകളോടെ വെറു കാലുകളോടെ ഇയാൾ പോകത്തുള്ളൂ. കാരണം എന്താ? കാരണം അറിയാമോ എന്താ കാരണമെന്ന്? ആ മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആള് ചടഞ്ഞു വീണി ചാകും. ചത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കയറി എടുക്കാൻ പറ്റുമോ? ആർക്കും കയറാനൊക്കത്തില്ല. അതിന് യഹൂദന്മാരുടെ 63 വോളിയമുള്ള മിഷ്ന എന്ന് പറയുന്ന അവരുടെ ആചാരങ്ങൾ എഴുതിയ, അവരുടെ ട്രഡീഷൻസ് മൊത്തം എഴുതിയ 63 വോളിയമുള്ള ഒരു പുസ്തകമുണ്ട്. യഹൂദന്മാരുടെ പാരമ്പര്യങ്ങൾ എഴുതിയ പുസ്തകമാണ്. മിഷ്ന എന്നാണ് അതിന്റെ പേര്. എന്താണ്? മിഷ്ന. അതിന്റെ 63 വോളിയമുണ്ട്, 63 പുസ്തകമുണ്ട്. അതിൽ ഒരു പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ മഹാപുരോഹിതൻ തന്റെ അരയ്ക്ക് എന്തോ കിട്ടിയേക്കണം. ചങ്ങലയെന്നൊക്കെ നമ്മൾ ഉപദേശകാരങ്ങ് പ്രസംഗിക്കുക, ചരടെന്നേ ഉള്ളൂ ആ പുസ്തകത്തിൽ. ഒരു ചരട് കെട്ടിയേക്കണം. എന്താ കാരണമെന്നറിയാമോ? ഈ മനുഷ്യൻ കയറിപ്പോയിട്ട് അവിടെ കാണാൻ ചടഞ്ഞു വീണി ചത്താൽ ഈ മനുഷ്യനെ വലിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ആർക്കും അങ്ങോട്ട് കയറിപ്പോയി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതിന് സാരം ഇത്രയേ ഉള്ളൂ. പഴയ നിയമ പുരോഹിതൻ തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് യാഗം കഴിച്ചെങ്കിലും അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറി പോകുമ്പോ പേടിച്ചാ പോകുന്നത്. എന്നാൽ നമ്മുടെ പുതിയ നിയമത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട്. എന്താണ് ആ മഹാപുരോഹിതന്റെ പ്രത്യേകത? ആകാശത്തിലൂടെ അറിയത്തില്ല. ആകാശത്തിലൂടെ കടന്നുപോയ നമുക്ക് ഉള്ളതുകൊണ്ട് ആകാശത്തിലൂടെ കടന്നുപോയ ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ ഉള്ളത് ഇവിടെ സകല പാപം. ആകാശത്തിലൂടെ കടന്നുപോയ ആകാശങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് മുറുകെ പിടിച്ചുകൊള്ളുക. എത്ര വാക്യമാണ്? എബ്രായർ 4:14. അതാ വാക്യം. അത് തന്നെ വാക്യം. ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകയാൽ ദൈവത്തിന് യേശു ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ കടന്നുപോയത് കൈപ്പണിയായ മന്ദിരത്തിലേക്കല്ല, പിന്നെ ആകാശത്തിലൂടെ സ്വർഗത്തിലേക്ക് അത്രേ പോയത് എന്ന് നാം വായിക്കുന്നു. എവിടേക്കാണ് പോയത്?
സ്വർഗത്തിലേക്ക് അത്രേ പോയത്. അത് മനസ്സിലാക്കാൻ 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ മതി. ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. അപ്പൊ ഈ സൃഷ്ടിയിലുണ്ട ഒരു കൂടാരമല്ല, പിന്നെ വലിപ്പവും തികവേറിയ ആ കൂടാരത്തിലൂടെ എവിടെ കടന്നുപോയി? ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. ആട്ടുകറ്റനാടെ പശുക്കളാണ് രക്തത്തിലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ഈ 2 വാക്യങ്ങൾ വെച്ചോണം കേട്ടോ. ഏതൊക്കെയാണ്? ഹീബ്രൂസ് 14 14, 9-ന്റെ 4-ന്റെ 14 9-ന്റെ 11 12. അപ്പൊ ആ മഹാപുരോഹിതൻ ഇനിയാണ് ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചേർത്ത് വയ്ക്കേണ്ട മനസ്സിലാക്കുമ്പോൾ, അതായത് യേശു കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 2 പേര് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഗലീല പുരുഷന്മാരെ, സ്വർഗത്തിലേക്ക് നോക്കുന്നത് നിങ്ങളൊന്ന് പ്രതികരിക്കുന്നേ, എന്ത് കഷ്ടാന്ന് പറ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. നിങ്ങൾ ശ്രദ്ധിക്കൂ, പോകുന്നവനായി കണ്ടതുപോലെ വീണ്ടും വരും എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമ്മൾ പാടും, എന്നോ വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. എന്തിനാ നിങ്ങൾ കാണുന്ന ഈ മനുഷ്യൻ, ഈ കർത്താവ് പോയതുപോലെ വീണ്ടും വരും എന്ന് പറയാൻ കാരണം? സ്വർഗാരോഹണം ചെയ്തു. താമസമാണ്. പോയതുപോലെ വീണ്ടും വരും എന്ന് പറയുന്നത് ആളിന്റെ പോകുന്ന യാത്രയുടെ താമസമാണോ, വരുന്ന താമസമാണോ ഉദ്ദേശിക്കുന്നത്? പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സമയബന്ധിത സമയത്തിന്റെ കാര്യമാണോ പറയുന്നത്? വരുമെന്നോ? രണ്ടാമത് വരും. അത് 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം രണ്ടാമതും വരുമെന്ന് ഞാൻ ചോദിക്കുന്നത്, വരുമെന്നും പോയതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ മനസ്സിലാക്കി? സ്വർഗത്തിലേക്ക് പോയതുപോലെ സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ മനസ്സിലാക്കി? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ശിഷ്യന്മാർ കണ്ടു നിൽക്കുകയാണ്, അതുപോലെ തന്നെ വരുമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അതായത് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ മഹാഭാവ പരിഹാര പെരുന്നാൾ ദിവസം ഈ 2 വാക്യം വായിപ്പിച്ചില്ലേ? മഹാഭാവ പരിഹാര പെരുന്നാൾ ദിവസം തന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി യാഗം കഴിച്ചിട്ട് രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തോട്ട് വിറച്ചാ പോകുന്നത്. കാരണം ആ വിറച്ചു പോകുന്ന മഹാപുരോഹിതന് പോയതുപോലെ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ബട്ട് സ്വന്തം രക്തം കൊണ്ട് എന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തി ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആ സ്വർഗീയ കൂടാരത്തിലേക്ക് പോയി. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവസനിലേക്ക് പോയിട്ട് അവൻ പോയതുപോലെ. മനസ്സിലായോ? അവനെ ചരടെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അവൻ പോയതുപോലെ തിരിച്ചു വരും. ഇവിടുത്തെ മഹാപുരോഹിതൻ വിറച്ചു പോകുമ്പോൾ അവിടുന്ന് ധൈര്യത്തോടാ പോകുന്നത്. ഇവിടുത്തെ മഹാപുരോഹിതന് തിരിച്ചു വരുമെന്ന് ഗ്യാരണ്ടി ഇല്ലാതിരിക്കുമ്പോൾ എന്റെ മഹാപുരോഹിതൻ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കൽ 9:27-28 ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പറ രണ്ടാമത് പോയതുപോൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പോയതുപോലെ വരുമെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയുന്നെന്ന് മനസ്സിലായോ? യേശു ചത്തൊരു പുരോഹിതനായിട്ടല്ല വരുന്നത്, ഒരു ശവശരീരമായിട്ടല്ല യേശുവിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങനെ അങ്ങോട്ട് പോയോ അതേ ജീവനോടെ, അതേ ശക്തിയോടെ, അതേ ആളത്വത്തോടെ, അതേ മഹത്വത്തോടെ തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രാഗൽഭ്യം, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. കൊല്ലം മനസ്സിലായോ? പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ അതിവി സ്ഥലത്തോട്ട് കയറിപ്പോയി. ആ മനുഷ്യൻ കയറി അകത്ത് പോയി അവിടെ ചെന്ന് ശുശ്രൂഷയ്ക്ക് രക്തം കുടയുന്നു.
ഈ മനുഷ്യൻ ചത്തോ ജീവിച്ചോ എന്ന് ജനം എങ്ങനെ പുറത്തറിയും? ചത്തുപോയാൽ ചരട് കൊണ്ട് വലിച്ചെടുക്കണം. ഈ മനുഷ്യൻ അകത്ത് കയറിപ്പോയി, അവിടെ ഉണ്ടോ, ചത്തുപോയോ, ശുശ്രൂഷ ചെയ്യുകയാണോ എന്ന് എങ്ങനെ അറിയും ജനം? മണിയുടെ ശബ്ദങ്ങളെ കേൾക്കാമല്ലോ. എന്തോ ശബ്ദം കേൾക്കും? മണിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നേരെ മണിയുടെ ശബ്ദം. അപ്പൊ ഈ മഹാപ്രഭുവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പില് ഒരു മാതള ഒരു മണി എന്ന മാതിരി കെട്ടിയിട്ടുണ്ട്. അതേ ഇങ്ങനെ ചലിക്കുമ്പോ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോ നിങ് 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 എന്തേക്കും? ശബ്ദം. മണിയടി ശബ്ദം കേൾക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നും അവിടുന്ന് തിരിച്ചു വരും എന്നുള്ള ഗ്യാരണ്ടി എന്താണ്? ആ ശബ്ദം നമ്മൾ വല്ലതും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാനെ അയച്ചു തന്നു, പക്ഷെ മണിയടി ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ദൈവശബ്ദം കേൾക്കണം. ഓക്കെ, ഞാൻ തിരിച്ചു വരുന്നു. അങ്ങനെ മഹാഭാവപരിഹാര പെരുന്നാൾ ദിവസം 2 ആട്ടുകൊറ്റനെടുത്ത് യഹോവയ്ക്ക് വേണ്ടി അസസ്സേലിന് വേണ്ടി ചീറ്റിടും. അസസ്സേലിനുള്ള ആടിന്റെ കഴുത്തിൽ ഒരു ചുമന്ന തുണി കെട്ടും. തുടർന്ന് ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന കഴിക്കും. വീട്ടിൽ പോ വായിക്കണേ. നബി അപ്പസ്തലൻ 16-ാം അധ്യായം 1 മുതൽ 34 വരെ. എന്നിട്ട് കാളയെ അറുത്ത് രക്തം പാത്രത്തെടുത്ത് സഹായിയുടെ കയ്യിൽ കൊടുക്കും. അയാൾ രക്തം കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും. യാഗപീഠത്തിൽ നിന്ന് ഒരു കലശത്തിൽ കനലെടുത്ത് അതിൽ ധൂപവർഗ്ഗം ഇടും. ധൂപവർഗവും കലശവും ഇരു കൈകളുമായി ഈ പുരോഹിതൻ അതിവിസ്ഥലത്തേക്ക് പ്രവേശിക്കും. തുടർന്ന് ആർക്കും ഒന്നും കാണാൻ കഴിയുകയില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് ധൂപം പുകച്ച് പുക കൊണ്ട് നിറയും. അതിനാൽ പുരോഹിതനൊന്നും കാണാൻ. രണ്ടാട്ടുകൊറ്റനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചേർക്കുള്ള. അതായത് രണ്ട് ആടിനെ ചീട്ടിടും. ആ ചീട്ടിട്ടിട്ട് ഒരാടിനെ എടുക്കും. അത് തന്നെ ഭയങ്കര തമാശ. ചീട്ടിട്ടിട്ട് ഒരാളിനെ എടുക്കുമ്പോ ഒന്ന് നോക്കണേ, ഒരാട് കൊല്ലപ്പെടും, മറ്റേ ആടിനെ എന്ത് ചെയ്യും? മരുഭൂമിയിലേക്ക് കൊടുത്തുവിടും. അസസ്സേലിന് പറഞ്ഞ്. അത് തന്നെ എനിക്ക് അതിശയവാ. നോക്ക്, ഒരാടിന് ചീട്ട് വീഴുമ്പോ ഏതാടിനാ ചീറ്റ് വീഴുന്നേ, ഏതാടാ കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ 2 ആടിനെ എടുത്ത് ഒന്ന് ചീട്ടിട്ടിട്ട് ഒന്നിന് അസസ്സേലിന് വേണ്ടി എന്ന് വേറൊരു ചീറ്റിടും, മറ്റൊന്ന് യഹോവയ്ക്ക് വേണ്ടി എന്ന് ചീറ്റിടും. അസസ്സേലിനുള്ള ആടിന്റെ കഴുത്തിൽ ഒരു ചുമന്ന തുണി കെട്ടും. തുടർന്ന് ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. പിന്നീട് ആദ്യം പുരോഹിതന് വേണ്ടിയുള്ള കാളയെ അറുത്ത് രക്തം ഒരു പാത്രത്തിലെടുത്ത് സഹായിയുടെ കയ്യിൽ കൊടുക്കും. അയാൾ രക്തം കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. യാഗപീഠത്തിൽ നിന്ന് ഒരു കലശത്തിൽ കനലെടുക്കും. എന്നിട്ട് ധൂപവർഗ്ഗം വിടും. എന്നിട്ട് അത് പുകച്ചോണ്ടാണ് അകത്ത് കയറി പോകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്തോന്ന് പറയോ, വിശദീകരിക്കണേ. എന്തോ അസസ്സേൽ എന്നുള്ളത് അസസ്സേൽ എന്നുള്ള ചോദിച്ചത് വേദശാസ്ത്രികൾ പലതും പറയും. അത് ഈ പ്രാവിനെ കൊടുത്തു വിടുന്നത് പോലെ അല്ല അസസ്സേലിനെ കൊടുത്തു വിടുന്നത്. അസസ്സേൽ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നത് പിച്ചി ചീന്തി പോകുന്ന ഒരു അനുഭവമാണ്. കാട്ടുമൃഗങ്ങൾ അതിനെ പിച്ചി ചീന്തി നശിപ്പിച്ചു കളയും എന്നൊരു സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അസസ്സേൽ എന്നുള്ള അസസ്സേൽ എന്നുള്ള വാക്ക് അത് വ്യക്തിയാണോ? എന്താണ് അസസ്സേൽ? ഒരു സെക്കൻഡ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട്
ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ അത് പറയാം. എനിക്ക് ഇവിടെ റെഫറൻസിൽ അസസേൽ എന്നുള്ള പേര് കാണുന്നില്ല. 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ വായിക്കുമ്പോ വാക്യത്തിൽ എന്തോ 9 ഉം 10 16-ന്റെ 9 ഉം 10. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡേ. അസസേൽ എന്നുള്ള എബ്രായ പദമാണ്. കേൾക്കുന്നോ? കേൾക്കാമോ? അസസേൽ കേൾക്കാം. യെസ്. അസസേൽ എന്നുള്ള എബ്രായ പദം അതേപടി എഴുതിയേക്കാണ്. അതിന് സ്കേപ്പ് ഗോട്ട്, ബലിയാട് എന്നേ അർത്ഥമുള്ളൂ. ബലിയാട്, സ്കേപ്പ് ഗോട്ട് എന്ന് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത്. അസസേൽ എന്നുള്ള പദം വന്നേക്കുന്നത് ഒരു എബ്രായ പദം തന്നെയാണ്, അസസേൽ. ആ പദം അതേപടി നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നുള്ളതേ ഉള്ളൂ. സ്കേപ്പ് ഗോട്ട് എന്ന് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് വേദപുസ്തകത്തിൽ 3 കാണുന്നുള്ളൂ. ലേവ്യ പുസ്തകം 16-8, 16-10, 16-26. ഈ 3 ഈ വാക്ക് കാണുന്നുള്ളൂ. ഓക്കെ, സ്കേപ്പ് ഗോട്ട്, ബലിയാടെന്നേ അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അസസേൽ എന്ന വാക്കിന്റെ അർത്ഥം ബലിയാടെന്നാണ്. ഓക്കെ, ഞാൻ ഇനി ഒരു അവസരം ഇത്രയും കൂടെ വിശാലമായിട്ട് 3 വാക്യങ്ങളിൽ 4 പ്രാവശ്യം, 16-8, 16-10 2 പ്രാവശ്യമുണ്ട്, 16-26 1 പ്രാവശ്യം, അങ്ങനെ 4 പ്രാവശ്യമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള. അസസേൽ എന്ന് പറയുന്നത് സ്കേപ്പ് ഗോട്ട് എന്നാണ്, ബലിയാട് എന്നാണ് അതിന്റെ ലിറ്ററൽ അർത്ഥം. ഓക്കെ, ലീവ് ഇറ്റ് അസൈഡ്. ഓക്കെ, ഇങ്ങനെ ജനം, ഇദ്ദേഹം യാഗം കഴിക്കാൻ ഇദ്ദേഹം രക്തമായി അകത്ത് പോകുമ്പോൾ ജനം ആവലോടെ പുറത്ത് നിൽക്കും. ജീവനോടെ പുരോഹിതൻ പുറത്തു വരുമ്പോൾ ദൈവം അവരുടെ യാഗം അംഗീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്തായി ചുവന്ന തുണി കെട്ടി വെച്ചിരിക്കുന്ന ആലിന്റെ തലയിൽ പുരോഹിതന് കയറേണ്ടം വെച്ച് ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ജനം മുഖം താഴ്ത്തി ആരാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പുരോഹിതൻ പറയും. തുടർന്ന് ആടിനെ ഒരു വിജാതിയുടെ കൈവശം മരുഭൂമിയിലേക്ക് അയക്കും, മരുഭൂമിയിലേക്ക് കൊടുത്തുവിടും. സ്കേപ്പ് ഗോട്ട്, ബലിയാട് മാതിരി കൊടുത്തുവിടും. ഇത്രയേ ഉള്ളൂ. അടുത്ത ആചാര പ്രമാണങ്ങളാണ് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 25-ാം അധ്യായത്തിന്റെ 55 വരെയുള്ള വാക്യങ്ങൾ. 17-1 മുതൽ 16 വരെ. യാഗരക്തം യഹോവയ്ക്ക് സമർപ്പിക്കാത്ത മൃഗത്തെ അറുക്കാൻ പാടില്ല. മരുഭൂമിയിൽ ജീവിക്കുന്ന ജനത്തിന് മൃഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഈ പ്രമാണം മൃഗത്തെ കൊല്ലാതെ സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. മൃഗത്തെ കൊല്ലാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. കൊന്നാൽ അതിന്റെ അംശം പുരോഹിതന് കിട്ടണം. ദൈവത്തിന് ലഭിച്ചതായി ബാക്കി ഇറച്ചി ഉടമസ്ഥന് തിന്നാം. സമാന കൂടാരത്തിന് പുറത്ത് യാഗം അർപ്പിക്കാൻ പാടില്ല. രക്തം ആരും ഭക്ഷിക്കരുത്. അത് ജീവനാകയാൽ ജീവന്റെ ഉടയവന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 15-ാം അധ്യായം അപ്പോസ്തലത്തിൽ 15-29 യെരുശലേം കൗൺസിലിൽ അവർ തീരുമാനം എടുത്തപ്പോൾ രക്തത്തോടുകൂടി ഭക്ഷിക്കരുത്, ശ്വാസം മുട്ടിച്ചത്തത് ഭക്ഷിക്കരുതെന്നൊക്കെ അവർക്കൊരു ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്കൊരു ഇൻസ്ട്രക്ഷൻ
കത്തായി കൊടുത്തുവിടുന്നത് നാം അവിടെ വായിക്കുന്നത്. അടുത്ത നിയമങ്ങളും ശിക്ഷയുമാണ്. 18:1 മുതൽ 20-27 വരെ. വിശുദ്ധി എന്നത് വെറും ആചാരം മാത്രമല്ല. അത് വിശുദ്ധി എന്നത് ഞാൻ പറഞ്ഞ യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി ആചാര വിശുദ്ധിയായിരുന്നു. എന്നാൽ വിശുദ്ധി എന്നത് ഒരു ആചാരം മാത്രമല്ല, അതൊരു ധാർമ്മിക സവിശേഷതയാണ്. സ്വഭാവത്തെയും ശീലങ്ങളെയും അത് നന്നായി സ്വാധീനിക്കുന്നു. നമ്മുടെ സ്വഭാവത്തെ, ശീലങ്ങളെയൊക്കെ അത് നന്നായി സ്വാധീനിക്കുന്നു. അനുഗ്രഹം ദൈവപ്രമാണത്തെ അനുസരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ജീവിക്കാനുള്ള മാർഗം പ്രമാണമനുസരിക്കുകയാണ്. പ്രമാണമനുസരിക്കുകയാണ്. അയൽക്കാരുടെ രീതികളൊന്നും പകർത്തരുത്. ജാതികളുടെ രീതികൾ പകർത്തരുത്. ദൈവജനത്തിന്റെ വിശുദ്ധി ദൈവം തരുന്ന സ്റ്റാൻഡേർഡിൽ ആയിരിക്കണം. ദൈവം തരുന്ന സ്റ്റാൻഡേർഡ്. അതായത് റോമാലേഖനം 8-6 അത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ പത്രോസ് എടുത്തു പറയുന്നത്, ദൈവം പറയുന്ന വാക്കുകളെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ബന്ധുക്കൾ തമ്മിൽ ലൈംഗിക ബന്ധമോ കുടുംബ ബന്ധമോ പാടുള്ളതല്ല. ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അവർക്ക് തന്നെ ദോഷം വരുത്തുന്നതാണ്. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന സ്വവർഗരതി, ഹോമോസെക്ഷുവാലിറ്റി, വേദപുസ്തകം അതിനെ കണ്ടം ചെയ്യുന്നു. അക്കാലത്ത് ചില ക്ഷേത്രങ്ങളിൽ പോലും ഇത് അനുവദിച്ചിരുന്നു. യാതൊരു രീതിയിലും സഹോദരനെ ചൂഷണം ചെയ്യരുത്. സാമൂഹ്യമോ സാമ്പത്തികമോ ആയ വിഷയങ്ങളിൽ അന്യായം കാണിക്കരുത്. മുഖപക്ഷം കാണിക്കാതെ വിധിക്കണം. അയൽക്കാരന് നേരെ ഒരു നല്ല മനോഭാവവും നല്ല ഹൃദയവും ഉണ്ടായിരിക്കണം. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മൃഗങ്ങളെ ഇണചേർത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. ഹൈബ്രിഡ് ആനിമൽ അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കെതിരാണ്. ചൂട് കാലാവസ്ഥയിൽ വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം യോഗ്യമല്ല. അതിനാൽ അത് ധരിക്കരുത്. ലക്ഷണം പറച്ചിലും ശുദ്ധര പ്രയോഗവും പാടില്ല. ജാതീയ ദൈവങ്ങളുടെ രൂപം പച്ച കുത്തരുത്. മരിച്ചവന് വേണ്ടി യാതൊരു പ്രായച്ചിത്തവും നടത്തരുത്. എന്ത് പക്ക കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്നുകൂടെ ആവർത്തിച്ചു പറയാം. സഹോദരനെ യാതൊരു രീതിയിലും ചൂഷണം ചെയ്യരുത്. ചൂഷണം ദൈവത്തിനെതിരാണ്. സാമൂഹ്യമോ സാമ്പത്തികമോ ആയ വിഷയങ്ങളിൽ അന്യായം കാണിക്കരുത്. മുഖപക്ഷം കാണിക്കാതെ വിധിക്കണം. അയൽക്കാരന് നേരെ ഒരു നല്ല മനോഭാവം ഉണ്ടാകണം. ഒരു നല്ല ഹൃദയം ഉണ്ടാകണം. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മൃഗങ്ങളെ ഇണചേർത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കരുത്. ചൂട് കാലാവസ്ഥയിൽ വ്യത്യസ്ത സാധനം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം ധരിക്കരുത്. ലക്ഷണം പറച്ചിൽ പാടില്ല. ശുദ്ധര പ്രയോഗം പാടില്ല. നേരം പോക്ക് പാടില്ല. അല്ലെ സമയം കുറിക്കാൻ പാടില്ല. കണിയാന്റെ അവിടെ പോകാൻ പാടില്ല. നാള് നോക്കാൻ പാടില്ല. പച്ച കുത്താൻ പാടില്ല. ജാതീയ ദൈവങ്ങളുടെ രൂപം പച്ച കുത്തരുത്. മരിച്ചവർക്ക് വേണ്ടി യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. 20-ാം അധ്യായം അനുസരണക്കേടിനുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നു. ശിഷ്യയാഗം, മോലോക്ക് എന്ന് പറയുന്ന ദേവന് സമർപ്പിക്കുന്ന ഒരു യാഗമാണ്. ശിഷ്യയാഗം പാടില്ല. മാതാപിതാക്കളെ ശപിക്കാൻ പാടില്ല. ലൈംഗിക അപരാധം ദൈവം പൊറുക്കുകയില്ല. ശുദ്ധന പ്രയോഗം നടത്തുന്നവർ ശപിക്കപ്പെട്ടവരാണ്. അവർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം. മാതാപിതാക്കൾ ദൈവാധികാരത്തിന്റെ അടയാളമാകയാൽ അവരെ ശപിക്കുന്നത് ദൈവദൂഷണമാണ്. ഈ കഠിനമായ ശിക്ഷയുടെ കാരണം ഇസ്രായേൽ മക്കൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്നുള്ളതാണ്. പ്രമാണം അനുസരിച്ചെങ്കിലേ വിശുദ്ധ വംശമായി നിൽക്കാൻ കഴിയുകയുള്ളൂ. പുരോഹിതന്മാർ ജനമധ്യത്തിൽ ദൈവത്തിന്റെ പ്രതിനിധികളാകയാൽ സാധാരണയിൽ കവിഞ്ഞ വിശുദ്ധി അവർക്ക് ആവശ്യമാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗവസ്തു പോലെ പുരോഹിതന്മാരും ഭൗമികമായും ആചാരപരമായും ഊനമില്ലാത്തവരായിരിക്കണം. ശുദ്ധിയുള്ള ഒരു യുവതിയെ മാത്രമേ പുരോഹിതൻ വിവാഹം കഴിക്കാവൂ. പുരോഹിതന്റെ കുടുംബവും ശുദ്ധിയുള്ളതായിരിക്കണം. മഹാപുരോഹിതൻ മരണദുഃഖത്തിൽ മറ്റുള്ളവരെ പോലെ പെരുമാറാൻ പാടില്ല. ഒരു മരണ വീട്ടിൽ പോകാൻ മഹാപുരോഹിതന് അധികാരമില്ല. ഊനമില്ലാത്ത പുരോഹിതന് മാത്രമേ ഊനമില്ലാത്ത യാഗം കഴിക്കാൻ കഴിയൂ. പുരോഹിതന് ശുദ്ധിയില്ലെങ്കിൽ യാഗം കഴിക്കാതിരിക്കണം. ഒരു സാധാരണക്കാരൻ പുരോഹിതനുള്ള ഭക്ഷണം കഴിച്ചാൽ അതിന്റെ വിലയും 1/5 പിഴയും ചേർത്ത് മടക്കി നൽകണം. യാഗം അർപ്പിക്കുന്നതിൽ വിശുദ്ധി പ്രകടമാകണം.
യഹൂദന്മാരുടെ കലണ്ടർ പ്രകാരം വിശുദ്ധ ദിവസങ്ങളെ കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കും. 23-ാം അധ്യായം 1 മുതൽ 44 വരെ, 23-ന്റെ 1 മുതൽ 44 വരെ. അതിനകത്ത് അവരുടെ വിശുദ്ധ ദിനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് പെസഹ, പെന്തക്കോസ്ത്, കൂടാര പെരുന്നാൾ. പെസഹ പെരുന്നാളും പെന്തക്കോസ്ത് പെരുന്നാളും കൂടാര പെരുന്നാളും വളരെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളായിരുന്നു. ദൈവം സ്വസ്ഥമായിരുന്ന ശബത്ത് ദിവസം കൂടെ കൃപയും അനുഗ്രഹവും തരുന്ന ദൈവത്തെ ആരാധിക്കാനായി വേർതിരിച്ചിരുന്നു. അങ്ങനെ ശബത്തിന്റെ ദിവസവും അവർക്ക് ദൈവം നൽകിയിരുന്നു. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ലേവ്യ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഓക്കെ, അടുത്ത സംഖ്യാപുസ്തകം. അടുത്ത എന്താണ്? സംഖ്യാപുസ്തകം. ഓക്കെ, സംഖ്യാപുസ്തകം എന്ന് പറയാൻ കാരണം ഈ പുസ്തകത്തിനകത്ത് ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുപ്പിന്റെ ചരിത്രം പറയുന്നുണ്ട്. എന്യൂമറേഷൻ, സെൻസസ് എടുക്കുന്ന ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സംഖ്യാപുസ്തകം എന്ന് പേരിട്ടേക്കുന്നത്. 1 മുതൽ 4 വരെയും 26-ാം അധ്യായത്തിലെയും കാണുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംഖ്യ എന്ന പേര് കിട്ടിയത്. എബ്രായ വേദപുസ്തകത്തിൽ മരുഭൂമിയിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്, ഇൻ ദ വിൽഡർനെസ്. എബ്രായ വേദപുസ്തകത്തിൽ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് എന്താണ്? ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിൽ എന്നാണ്. മരുഭൂമിയിൽ എന്ന പേര് കൂടുതൽ യോജിച്ചതാണ്. കാരണം സംഖ്യാപുസ്തകം മുഴുവൻ പറയുന്ന ചരിത്രം ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂപ്രയാണത്തിന്റെ ചരിത്രമാണ്. ആചാരങ്ങൾ. പ്രാചീന മനുഷ്യന്റെ ജീവിതത്തിൽ മൂല്യം അവന്റെ ആചാരങ്ങളിൽ വ്യക്തമാണ്. മനുഷ്യനെ എത്രയധികം സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ആചാരത്തിലൂടെ ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെടുന്നിരുന്നത് ആചാരങ്ങളിലൂടെയാണ്. പഴയ നിയമ ആചാരങ്ങൾ വിശ്വാസ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ ഒരു മൃഗത്തെയും കൊണ്ട് ആലയത്തിൽ പോയി അറുത്ത് തൊലിയൊരിച്ച് കഷ്ണങ്ങളാക്കി യാഗപീഠത്തിൽ അത് മുഴുവൻ ദഹിക്കും വരെ നോക്കിയിരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവമേ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഒരു കാളയോ ആടുമായിട്ട് യാഗപീഠത്തിൽ ദേവാലയത്തിൽ പോയി അവിടെ ഇത് യാഗമർപ്പിച്ച് അത് യാഗപീഠത്തിൽ വെച്ച് ദഹിച്ച് തീരുന്നത് വരെ അവിടെ കാത്തു നിൽക്കുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആചാരങ്ങൾ വലിയൊരു മാധ്യമമാണ്. ദൈവ സാന്നിധ്യത്തെയും വാഗ്ദത്തങ്ങളെയും അവ നിരന്തരം ജനത്തെ ഓർപ്പിക്കുന്നു. ദൈവിക വിശുദ്ധിയെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തുന്നു. ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇസ്രായേൽ മറ്റെല്ലാ ജാതികളിൽ നിന്നും വ്യത്യസ്തരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. ഒരു പുരോഹിത വർഗമാണെന്നും ഓർമ്മിക്കുവാനായി എല്ലാവരും വസ്ത്രത്തിന്റെ തലക്കൽ പൊടിപ്പുണ്ടാക്കണം. അതുകൊണ്ടാണ് വസ്ത്രത്തിന്റെ തലക്കൽ ഈ തൊങ്ങൽ കൂട്ടിക്കെട്ടി പൊടിപ്പുണ്ടാക്കണം. സംഖ്യാപുസ്തകം 15:38 പറയുന്നു, പാപം മൂലം ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ച പാപയാഗത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു. മനുഷ്യരിൽ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 കൂട്ടർ: യഹൂദന്മാർ, ജാതികൾ, പുരോഹിതന്മാർ. അല്ലെങ്കിൽ പുരോഹിതന്മാർ, യഹൂദന്മാർ, ജാതികൾ. ഇങ്ങനെ 3 കൂട്ടരായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. യഹൂദൻ 2. അതുപോലെ തന്നെ അശുദ്ധിയുള്ളവ അപ്പൊ ഭക്ഷിക്ക പോലും അരുത്, ശുദ്ധിയുള്ളവ അപ്പൊ ഭക്ഷിക്കാം. 3-ാമത്തെ ശുദ്ധിയുള്ള യാഗമൃഗങ്ങൾ. പക്ഷികളിൽ അശുദ്ധമാവി എന്ന് വേർതിരിച്ചിരിക്കുന്നത് മാംസം രക്തത്തോടുകൂടി കൊത്തി തിന്നുന്നവയാണ്. പക്ഷികളിൽ അശുദ്ധമെന്ന് വേർതിരിച്ചിരിക്കുന്നത് മാംസം രക്തത്തോടുകൂടി കൊത്തി തിന്നുന്ന പക്ഷികളെയാണ്. ഇത് പഴയ നിയമപ്രകാരം പാപമാണ്. കരയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളിൽ സസ്യാഹാര ജീവികളാണ് ശുദ്ധിയുള്ളവ. ആദിയിൽ മനുഷ്യനും സസ്യാഹാര ജീവിയായിരുന്നു. ശുദ്ധിയുള്ള കാളയെ ഇസ്രായേലിനോടും അശുദ്ധിയുള്ള കഴുതയെ കനാന്യരോടും തുലനം ചെയ്തിരുന്നു. ശുദ്ധിയുള്ള കാളയെ ആരോട് തുലനം ചെയ്തു? ഇസ്രായേൽ ജനത്തോട് തുലനം ചെയ്തപ്പോൾ അശുദ്ധിയുള്ള കഴുതയെ കനാന്യരോട് തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അശുദ്ധിയുള്ള ജീവികളെ തിന്നുന്നത് പോലെയാണ് പത്രോസ് ജാതികളോട് പ്രസംഗിക്കുന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തി 10 പറഞ്ഞിരിക്കുന്നു. ജാതികൾ ഇപ്പോൾ ശുദ്ധരായതിനാൽ പഴയ നിയമത്തിന്റെ ഭക്ഷണത്തിന്റെ പ്രമാണവും ഇപ്പോൾ ബാധകമല്ല. പഴയ നിയമത്തിൽ ജാതി, യഹൂദൻ, പുരോഹിതൻ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് മാറിപ്പോയി. ഇനി ജാതിയില്ല. ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ളതുപോലെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ശുദ്ധിയില്ലാത്തതെന്ന് പറഞ്ഞ്
വേർതിരിക്കുന്നതിന് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രമാണത്തിന് ഇന്ന് അധികം സാങ്കത്യമില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ ഒരു ചോദ്യം കാണുമായിരിക്കാം. പത്രോസിനോട് യേശു എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുമ്പോൾ ജാതികളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറയുന്നതിന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ പക്ഷികളെ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആ കാര്യത്തിന് നിർബന്ധമില്ല എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. ശുദ്ധിയുള്ള ജനമായ ഇസ്രായേൽ ഒരു ശുദ്ധിയുള്ള മൃഗത്തെ മാത്രമേ വിശുദ്ധനായ ദൈവത്തിന് യാഗം കഴിക്കാതെ, അതുപോലെ സമാന കൂടാരത്തിൽ ഓരോ ഭാഗത്തിനും വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അതൊരു ഭയങ്കര തമാശാണ്. സമാന കൂടാരത്തിലെ ഉപകരണങ്ങൾ, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, പ്രാകാരത്തിലെ ഉപകരണങ്ങൾ താമ്രമാണെങ്കിൽ വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ സ്വർണം കൊണ്ടാണെങ്കിൽ അതുവിശുദ്ധ സ്ഥലത്ത് തങ്കം കൊണ്ടാണ്. അതുപോലെ ഉപയോഗിക്കുന്ന നിറങ്ങളിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ അതിവിശുദ്ധ സ്ഥലത്തിന്റെ മുന്നിൽ ഒരു കർട്ടൻ ഉണ്ട്, അത് നീല നിറമാണ്. ദൈവത്തിന്റെ വിശുദ്ധി ഏറ്റവും അധികം വെളിപ്പെട്ട് നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലത്താണ്. അതുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ നീല നിറം ഈ മേൽത്തൊട്ട് അടിയോളം പോയെന്ന് പറയുന്ന ആ കർട്ടന് കൊടുത്തത്. നീല നിറം വിശുദ്ധിയെ കാണിക്കുന്നു, ദൈവത്തിന്റെ വിശുദ്ധിയോട് അടുത്ത് നിൽക്കുന്നതിനെ കാണിക്കുന്നതാണ് നീല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ നിറം എന്താണ്? നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ നിറം വെള്ളയാണെന്ന്. പക്ഷെ ക്രിസ്ത്യാനികളുടെ നിറം എന്താണ്? നീല. പിടികിട്ടിയല്ലോ. ഓക്കെ, ശുദ്ധിയുള്ള ജനമായ ഇസ്രായേൽ ശുദ്ധിയുള്ള മൃഗത്തെ മാത്രമേ വിശുദ്ധനായ ദൈവത്തിന് യാഗം കഴിക്കാവൂ. അതുപോലെ സമാന കൂടാരത്തിൽ ഓരോ ഭാഗത്തിനും വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. പ്രാകാരത്തിലെ തിരശ്ശീലയ്ക്ക് വെള്ള നിറവും അതിവിശുദ്ധ സ്ഥലത്തെ തിരശ്ശീലയ്ക്ക് നീല നിറവുമാണ്. പ്രാകാരത്തിലെ തിരശ്ശീല കൊളുത്തുകൾ വെള്ളികൊണ്ടുള്ളതും അതിപരിശുദ്ധ സ്വർണം കൊണ്ടുള്ളതുമാണ്. ദൈവം വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലം ഏറ്റവും വിശുദ്ധമാണെന്ന് ഇത് കാണിക്കുന്നു. യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുന്ന രക്തവും പാനീയാഗത്തിന്റെ വീഞ്ഞും ഒരേ നിറത്തിലുള്ളതാണ്. തിരുവെഴുത്തിൽ പലയിടത്തും രക്തത്തിന് പകരമായി വീഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇസ്രായേലിനെ പലപ്പോഴും മുന്തിരിവള്ളിയോടും ഉപമിച്ചിരിക്കുന്നു. അടുത്ത സംഖ്യാപുസ്തകത്തിലെ ദൈവശാസ്ത്രമാണ്. സംഖ്യാപുസ്തകത്തിലെ ദൈവശാസ്ത്രം അടുത്ത ക്ലാസ്സിൽ ചിന്തിച്ചാൽ മതിയോ? അസൈൻമെന്റ് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത എത്ര പേരുണ്ട്? അസൈൻമെന്റ് കിട്ടാത്ത എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? എനിക്ക് കിട്ടിയിട്ടില്ല സാറേ. സക്കറിയ തോമസ്. ഓക്കെ, എഴുതിക്കോ. സമാന കൂടാരത്തെ കുറിച്ച് എഴുതിക്കോ. സമാന കൂടാരം. അടുത്ത് തന്നെ ആർക്കാ കിട്ടാനുള്ളത്? ഗീതാ സജു. ഓക്കെ, ഗീതാ സജു ഇസ്രായേൽ മക്കളുടെ ഉത്സവങ്ങളെ കുറിച്ച് എഴുതും. പെരുന്നാളുകൾ. ഇനി ആർക്കാ കിട്ടാനുള്ളത്? ബാക്കി എല്ലാവർക്കും കിട്ടിയോ? സുമയ്ക്ക് കിട്ടിയില്ലയോ? നിമ്മിക്ക് കിട്ടിയിരുന്നാണ്. നിമി ഇല്ലല്ലോ, നിമി മുമ്പേ ഉണ്ടായിരുന്നു, എക്സിറ്റ് ആയിപ്പോയി. അടുത്ത ക്ലാസ്സിൽ വരട്ടെ, കൊടുക്കാം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അടുത്ത സംഖ്യാപുസ്തകത്തിലെ ദൈവശാസ്ത്രമാണ്. ഓക്കെ, ഇടയ്ക്ക് കറണ്ട് പോയെങ്കിലും ഞാൻ നേരത്തെ നിർത്തുകയാണ്. താങ്ക് യു. ദൈവം അനുവദിച്ചാൽ അടുത്ത വ്യാഴാഴ്ച കാണാം. കുഴപ്പമില്ല, അടുത്ത 2-3 ക്ലാസ് കൊണ്ട് തീരും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരിക്കലൂടെ തിരുമേനെ സ്തുതിക്കുന്നു. ഈ രാത്രി വേളയ്ക്കായി സ്തോത്രം. അവിടുത്തെ സ്ഥാനം ഞങ്ങളോട് ചരിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു.